കാരണം കൂടുതൽ പഠിക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവുള്ളൂ എന്നും വ്യക്തമായിട്ടുള്ള വഴി നമുക്ക് കിട്ടുള്ളൂ എന്നായിട്ട് എനിക്ക് മനസ്സിലായി. ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷം ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളാണ് എനിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരേ സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരേ വേവ് ലെങ്ത്തിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം മറ്റൊരു കമ്മ്യൂണിറ്റിയിലും എനിക്ക് കണ്ടിട്ടില്ല. വേറെ ഒന്നും കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കാണാത്ത ഒരു എക്സ്പീരിയൻസ് ഇത് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, നമുക്ക് ഒരേ വേവ് ലെങ്ത്തിലുള്ള മെമ്പേഴ്സിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരെ കണ്ടെത്താനും അവരുമായിട്ട് ഈ യാത്രയിൽ നമുക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നൊരു നല്ല അനുഭവം എനിക്കുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ സാറ് പറയുന്നത് പോലെ തന്നെ ആക്ഷൻ എടുക്കാതെ യാതൊന്നും സംഭവിക്കില്ല. കാരണം ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100%, 101% ഗ്യാരണ്ടിയാണ്. നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നും കിട്ടും, നാളെയും കിട്ടും, ഫ്യൂച്ചറിലേക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹായ് സർ, നമ്മുടെ ഹോൾ ഓഫ് ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട് കഴിയാന്നുള്ളതാണ്. സർ, ഈ ഒരു കാൽസോൾ പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു ഫാമിലിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എന്തൊക്കെ ചലഞ്ചസിലൂടെയാണ് കടന്നുപോയത്, എങ്ങനെയാണ് ഈ ഒരു കാൽസോളിലേക്ക് എത്തിയത്? ഓക്കെ സർ, അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് സാറിന് നന്ദി പറയുകയാണ്. ഞാൻ നേരത്തെ ബേസിക്കലി ന്യൂട്രീഷൻ കൗൺസിലറാണ്, അതുപോലെ നാച്ചുറോപ്പതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആക്ച്വലി കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു 97 കാലഘട്ടം മുതൽ ഒരു ഓർഫനേജൊക്കെ റൺ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുള്ളൊരു തോന്നലായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ വൈഫ് ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു ക്ലിനിക്ക് റൺ ചെയ്ത് വരികയായിരുന്നു അതിനുശേഷം തന്നെ. അപ്പോൾ നീണ്ട ഒരു 24 വർഷത്തോളം ആ ഓർഫനേജായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു അനുഭവവും ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നമുക്കിത് എങ്ങനെ ഒരു കോഴ്സ് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാം, അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായില്ല ആ സമയത്ത്. മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്ക് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ഒരുപാട് ഗുരുക്കന്മാർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊരു ഗുരുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക്, കാരണം അവരുടെ ഒരുപാട് പെയിൻ പോയിന്റ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കോഴ്സ് ചെയ്യാമെന്ന് ആദ്യം തീരുമാനിച്ചു. അങ്ങനെ കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ എങ്ങനെ അത് ഓൺലൈൻ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് ആണ് ഈ സൂമിൽ പതുക്കെ ചെയ്യാം എന്നുള്ള ഐഡിയ ഒക്കെ ആയി. അങ്ങനെ ആ സമയത്ത് തന്നെ ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സൂമിലൊന്ന് സ്റ്റാർട്ട് ചെയ്തു, കോഴ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു L1 ലെവലിലാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ അങ്ങനെ L1 ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഒരു 7 ഡേയ്സിൻ്റെ കോഴ്സായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഓരോ കോഴ്സ് വീതമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആ സമയത്ത് സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അടുത്തൊരു ലെവലിലേക്ക്, കാരണം ഇതിനകത്ത് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ടെസ്റ്റിമോണിയൽ. കാരണം ഒരുപാട് ആളുകൾ അവരുടെ മരണത്തിൽ നിന്ന് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കത് വലിയൊരു ഇൻസ്പിറേഷനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ കോഴ്സുകളും പിന്നെ മെഡിറ്റേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ടൈമിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്, ഞാൻ വളരെ ടൈറ്റായ സമയത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ റെക്കോർഡ് കോഴ്സായിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ നോക്കിയാണ് ചെയ്തത്. അതങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറിൻ്റെ ആഡൊക്കെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. എനിക്കത് ഒരുപാട് എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ ഓട്ടോമേഷൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഡീപ്പായിട്ട് അന്നും ഞാൻ അതിലേക്കൊന്നും പോയിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ വീണ്ടും ഒരു ആഡ് കയറി വന്നപ്പോൾ ഞാനത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് അന്ന് ഇടയായി എന്നുള്ളതാണ്.
അത് അന്നത്തോണ്ടൊരു തീരുമാനം എടുത്തു. അങ്ങനെ കാൽസോളിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ കാൽസോളിൽ ജോയിൻ ചെയ്തപ്പോൾ, കാരണം ഈ ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഞാനിതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ വെബ്സൈറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിനെ ചെയ്യാം എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാൽസോളിലേക്ക് ഒന്ന് എൻട്രി വന്നത്. കാൽസോളിലേക്ക് എൻട്രി വന്ന് രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഈ ടാഗ് മാംഗോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിന് മുൻപും പല കോഴ്സുകളിലുമൊക്കെ ടാഗ് മാംഗോ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ ടാഗ് മാംഗോ ഒന്ന് സെർച്ച് ചെയ്തു, എന്താണ് ആക്ച്വലി ഇത്, എല്ലായിടത്തും ഈ ടാഗ് മാംഗോ കാണാമല്ലോ എന്ന് വെച്ചാൽ. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് മനസ്സിലായത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനൊരു ബേസിക് പ്ലാൻ എടുത്തു, ഒരു 25,000 ലൈഫ് ടൈം പ്ലാൻ എടുത്ത് ഈ കോഴ്സ്, കാരണം എങ്ങനെ ഇതൊന്ന് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു പരീക്ഷണ സമയത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നതും ഈ ടാഗ് മാംഗോ കണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഞാൻ 2 ദിവസമായിട്ടുള്ളൂ കാൽസോളിൽ വന്നിട്ട്. ആ സമയത്ത് സാറിൻ്റെ കോഴ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ. അപ്പോൾ ആ ഒരു ഐഡിയ ഒന്നും സാറ് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത രീതിയൊക്കെ അനുസരിച്ചിട്ട് ഞാനിതിൽ കോഴ്സൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അന്ന് ലെവൽ 1 ലെവൽ 2 ഒക്കെ ഓൾറെഡി കോഴ്സൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. പിന്നെ സാറിൻ്റെ കോഴ്സുകളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ സമയത്ത് തന്നെ, അത് ഞാൻ ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 20-ാം തീയതിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കോഴ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആ സമയത്ത് തന്നെ ലെവൽ 3ലേക്ക് ഒരു 25,000 ഒരു ലൈഫ് ടൈം. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർക്കും. ഈ 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിൻ്റെ അതിൻ്റെ സെക്കൻഡ് ലെവൽ 2 ഒക്കെ 10 ഡേയ്സ് 15 ഡേയ്സിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ലൈഫ് ടൈം കോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കെയർ കൊടുക്കാമെന്നുള്ള രീതിയിൽ അവർക്ക് ആണ് ഈ ലെവൽ 3ലേക്ക് 25,000 കളക്ട് ചെയ്യുന്ന ആ ഒരു സമയമാണ് ഇതിൽ ഞാൻ വരുന്ന സമയം കൂടി. അപ്പോൾ ഈ ടാഗ് മാംഗോയിൽ കോഴ്സ് അപ്ലോഡ് ചെയ്ത ആ സമയം മുതൽ എനിക്ക് ആ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ആ 30th ആകുമ്പോഴേക്കും എനിക്ക് 1,20,000 എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ കാൽസോളിൽ വന്ന ശേഷം. അപ്പോൾ അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നുകൂടി സാറിന് കിട്ടുന്ന ആ ഒരു ഫ്യൂവൽ അതെൻ്റെ യാത്രയുടെ വേഗത കൂട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിഷനും മിഷനും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മൈക്രോ നിഷൊക്കെ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് വന്ന സമയത്ത് ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് കാൽസോളിൽ വന്നപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഷേപ്പും ഒന്ന് മിനുക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായൊരു പാത്വേയിലേക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചെന്നുള്ളതാണ് ആദ്യഘട്ടം. അതാണ് കാൽസോളിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പിന്നീട് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ, അപ്പോൾ ആണ് കോഴ്സ് മുന്നോട്ട് വരുമ്പോഴാണ് ഡയമണ്ട് മെമ്പർഷിപ്പിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഒരു സ്പെഷ്യൽ കെയർ എനിക്ക് കിട്ടിയേ മതിയാവും, കാരണം എനിക്ക് കുറച്ചും കൂടി വേഗതയിൽ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള അത് ഉള്ളതുകൊണ്ട് ഞാൻ ഡയമണ്ടിലേക്കും വരുന്നത്. ഒക്ടോബർ 16 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ സമയത്താണ് ഞാൻ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇത് കാൽസോളിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ. ഇതിന് ശേഷം എനിക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. കാരണം ഞാൻ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടാണ് കൂടുതൽ പഠിക്കുന്ന. ആ സമയത്തൊന്നും ഇത്രയും പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും. കാരണം കൂടുതൽ പഠിക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവുള്ളൂ എന്നും വ്യക്തമായിട്ടുള്ള വഴി നമുക്ക് കിട്ടുള്ളൂ നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോമേഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ സമയം വരെയുള്ളൊരു സമയമെന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നും എനിക്ക് 2 ജോയിനിങ് കിട്ടിയിരുന്നു, 2 സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. അത് ഓട്ടോമേഷനിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സെയിൽസ് ആഡൊക്കെ ചെയ്യാനായിട്ട് കൂടുതലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സാറ് പറഞ്ഞ പോലെ 1-to-1 സെഷൻ എനിക്ക് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ സൂം മീറ്റിംഗ് ഒക്കെയാണ് വെബിനാറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ്സുകളൊക്കെ ചെയ്ത സമയത്ത്. അപ്പം ഞാൻ ഒരു സമയം ശ്രദ്ധിക്കുകയും പിന്നെ ഞാൻ 1-to-1ലേക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു 1000-ലേറെ മെമ്പേഴ്സിന് എനിക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിലൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. സാറ് പറഞ്ഞ പോലെ 1-to-1 ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ദിവസം ഞാൻ 1-to-1 ചെയ്യാൻ തുടങ്ങിയ അന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് 11-1 ഒരു 7 സെയിൽ എനിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.
അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത് 2,57,700 രൂപ ഇന്നത്തെ ഈ ദിവസം വരെ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ കാൽസോളിലേക്ക് വന്നതിന് ശേഷം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി, എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു ഏണിങ്സ് കിട്ടി, പിന്നെ ഡയമണ്ട്സിലേക്ക് വന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം കോഴ്സ് കഴിയുന്നു പോകുന്നു, പക്ഷേ ഇത് ലൈഫ് ടൈമാണ്. അപ്പോൾ ഈ കാൽസോളിലേക്ക് വരുന്നു, ഇത്രയും നല്ല ക്വാളിറ്റി മെമ്പേഴ്സുമായിട്ടൊക്കെ നന്നായിട്ട് അടുത്ത് ഇടപഴകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷം ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളാണ് എനിക്ക് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരേ സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരേ വേവ് ലെങ്ത്തിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം മറ്റൊരു കമ്മ്യൂണിറ്റിയിലും എനിക്ക് കണ്ടിട്ടില്ല. വേറെ ഒന്നും കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും കാണാത്ത ഒരു എക്സ്പീരിയൻസ്. ഇത് കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട്, നമുക്ക് ഒരേ വേവ് ലെങ്ത്തിലുള്ള മെമ്പേഴ്സിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരെ കണ്ടെത്താനും അവരുമായിട്ട് ഈ യാത്രയിൽ നമുക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നൊരു നല്ല അനുഭവം എനിക്കുണ്ടായത്. മറ്റൊന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ചാരിറ്റി മേഖലയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി സാറ് എന്നും നമ്മുടെ ഒരു ഇൻകത്തിൽ നിന്ന് 10% മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയെക്കുറിച്ച് ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാറ് മാത്രമാണ് അത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. വേറെ ഒന്നിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതെനിക്ക് വളരെ വളരെ എനിക്ക് ഒരു ടച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി ഞാൻ വേറെ കണ്ടിട്ടില്ല. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു വ്യക്തിക്കും അവരാഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കും ബോധ്യമായി. അത് തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുമായിട്ടുള്ളത്. വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്ന ധാരാളം ആൾക്കാർ ചിലപ്പം കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചെയ്യണം ഓൺലൈനിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ സ്ട്രക്ചർ ഇല്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവരോട് എന്ത് മെസ്സേജ് ആയി? തീർച്ചയായിട്ടും കാൽസോൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സാറ് പറയുന്നത് പോലെ തന്നെ ആക്ഷൻ എടുക്കാതെ യാതൊന്നും സംഭവിക്കില്ല. കാരണം ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100%, 101% ഗ്യാരണ്ടിയാണ്. നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നും കിട്ടും, നാളെയും കിട്ടും, ഫ്യൂച്ചറിലേക്കും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമ്മളൊരു സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് കൂടി എനിക്ക് മനസ്സിലായി. കാൽസോളിൽ വന്നിട്ട് ഒരു അറിവും തിരിച്ചറിവും എനിക്ക് ലഭിച്ച 2 കാര്യങ്ങളാണ്. കാരണം അത്രയേറെ ഇൻഫർമേഷൻ, അത്രമാത്രം വാല്യൂസ് സാറ് തരുന്നുണ്ട്. അത് എടുത്താൽ തീരാത്ത അത്രയും തരുന്നുണ്ട്. ഞാൻ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എങ്കിൽ കൂടി ഓരോ നമ്മുടെ ക്ലാസ്സുകളും 9 PM മീറ്റിംഗും ഒക്കെ നമുക്ക് അത്രയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഴ്സ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം റിസൾട്ട് കിട്ടാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇവിടെ സാർ ഒരുക്കി തന്നിട്ടുണ്ട്. അതിനെ എടുത്തുകൊണ്ട് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി സാർ ഇടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ ലാൻഡിംഗ് പേജൊക്കെ ചെയ്ത സമയത്ത് പോലും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കും വളരെ ബോധ്യപ്പെട്ടു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ തരത്തിൽ, ചില അമ്മ പക്ഷിയൊക്കെ കൂട്ടിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ ചിറക് മുളച്ചു വരുമ്പോഴേക്കും തള്ളിയിടും. ഇപ്പോൾ കാണുമ്പോൾ ഒരു ക്രൂരത പോലെ തോന്നാമെങ്കിലും അവ അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് സ്വയം പര്യാപ്തത നേടി പറക്കാൻ പ്രാപ്തമാകുന്നത് എന്നതുപോലെ തീർച്ചയായിട്ടും സാറ് തരുന്ന ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസും സ്വയം പര്യാപ്തം നേടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് 100% ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ സന്തോഷം. സോ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ നമ്മുടെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇനി ഈ ഒരു ജേണി തുടർന്നുകൊണ്ട് ഒരു 1CR ക്ലബിലേക്ക് കഴിയുന്നു വേഗത്തിൽ എത്താൻ കഴിയട്ടെ, കൃത്യമായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ വീണ്ടും അടുത്ത മൈൽ സ്റ്റോണിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു സർ.